Hi friends, welcome to Garam Masala, the magic spices of cooking. കപ്പയും മത്തിക്കറിയും. ഇന്ന് നമുക്ക് കപ്പയും മത്തിക്കറിയും ഉണ്ടാക്കാം. ആദ്യം നമുക്ക് മത്തിക്കറി റെഡിയാക്കാം. കപ്പയിലോട്ടുള്ള മത്തിക്കറി നല്ല സ്പൈസി ആയിരിക്കണം. ആവശ്യമായ സാധനങ്ങൾ: മത്തി 500 ഗ്രാം, സവാള 1 കപ്പ്, ചെറിയ ഉള്ളി 1/2 കപ്പ്, ഇഞ്ചി 1.5 ടേബിൾ സ്പൂൺ, പച്ചമുളക് 3-4 എണ്ണം, തക്കാളി 1/2 കപ്പ്, കുടംപുളി 2-3 എണ്ണം, വെളിച്ചെണ്ണ, ഉലുവ 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ്. ഇനി നമുക്ക് കറി റെഡിയാക്കാം. ആദ്യം പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഉലുവ ചേർക്കാം. ഇനി ഇതിലോട്ട് കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ഇവ കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അടുത്തതായി നമുക്ക് ഇതിലോട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് സവാള ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള നന്നായി ഫ്രൈ ആയി വരുമ്പോൾ ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി മാഷായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇവ കൂടെ ചേർത്ത് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. 2-3 എണ്ണം ചേർത്താൽ മതിയാവും. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. മത്തിക്കറി തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. സൂക്ഷിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഓയിലെല്ലാം സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി എല്ലാം തിക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പപ്പുഴുക്ക് റെഡിയാക്കാം. ഇതിന് ആവശ്യമായ സാധനങ്ങൾ: കപ്പ 1 കിലോ, ഉപ്പ്, ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ട സാധനങ്ങൾ: തേങ്ങ 1 കപ്പ്, പച്ചമുളക് 4-5 എണ്ണം, വെളുത്തുള്ളി 4 എണ്ണം, കറിവേപ്പില, ചെറിയുള്ളി 4-5 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. വറുത്തെടുക്കാൻ വേണ്ട സാധനങ്ങൾ: കടുക് 1 ടീസ്പൂൺ,
വറ്റൽമുളക്, കറിവേപ്പില, എണ്ണ. കപ്പ ഒരു വലിയ പാനിലോട്ട് എടുക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയും മുളകും എല്ലാം ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരിഞ്ഞു പോകരുത്. നമ്മുടെ കപ്പ കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് ഡ്രൈൻ ചെയ്തെടുക്കാം. ഇനി ഈ കപ്പ ചെറുതായി ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കണം. ഇതിലോട്ട് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് വറുത്തൊഴിക്കാം. വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് വറുത്തെടുത്തത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കണം. അതിനുശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കപ്പപ്പുഴുക്ക് റെഡിയായി. നമ്മുടെ കപ്പയും മത്തിക്കറിയും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. Thank you. Please subscribe.